വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കേട്ടതിന് ശേഷം മാത്രം കഴിച്ചു തുടങ്ങുക. അതായത് മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങൾക്ക് മഗ്നീഷ്യം പോലെയും വൈറ്റമിൻ ഡി പോലെയും വൈറ്റമിൻ ബി പോലെയുള്ള സപ്ലിമെന്റ്സ് യൂഷ്വലി ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പല വീഡിയോസിൽ നിങ്ങൾ കേൾക്കുന്നതുമാണ്. പക്ഷേ ഈ വൈറ്റമിൻ സപ്ലിമെന്റ്സിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടമുണ്ട്. അതായത് ഏതൊരു വൈറ്റമിൻ ആണെങ്കിലും ഈ മിനറൽസ് ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ ഒരു ലെവൽ കഴിഞ്ഞ് അത് ടോക്സിക് എഫക്റ്റ് ആണ് ഉണ്ടാക്കുക. അത് നമുക്ക് വേണ്ടാത്ത രീതിയിലുള്ള കുറെ സിംറ്റംസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. വൈറ്റമിൻ സപ്ലിമെന്റ് എടുക്കാം എന്ന് കേട്ടിട്ട് ഇപ്പൊ മൈഗ്രെയിൻ പേഷ്യൻസ് ആണെങ്കിലും അതിന്റെ ഒരു ഫ്രീക്വൻസി കുറയും എന്നുള്ളത് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ലോങ് ടേം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം വൈറ്റമിൻ ടോക്സിറ്റി എന്ന് പറയുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയെക്കാളും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നിങ്ങളുടെ ബോഡീനെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുന്ന ആൾക്കാർ എന്തായാലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും അതുപോലെ കൺസൾട്ടേഷനും ഇല്ലാതെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് വാങ്ങിച്ച് കഴിക്കരുത്. ആൻഡ് ഇത് നിങ്ങൾ കുറച്ച് ലോങ് ടേം ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾ ഡോക്ടറുടെ കൺസൾട്ടേഷനോടുകൂടി മാത്രം വൈറ്റമിൻ സപ്ലിമെന്റ്സ് ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഇത് അറിയേണ്ട മറ്റാൾക്കാർക്കോ ആയി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.